എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 2-3 കപ്പ പറിച്ചു, പക്ഷേ എല്ലാം പൊട്ടിപ്പോയി. ഇതേണ്ട കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ഇവിടെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. ഇപ്പം ഞങ്ങൾ നാട്ടിൽ വീടൊക്കെ ഞങ്ങൾ വെച്ചില്ല. വീടൊക്കെ വെച്ച് ഇത് ഞങ്ങൾ കുടുംബത്താണ്. അപ്പം വീടൊക്കെ വെച്ച് അവിടെ കുടുംബത്ത് കുറേ സ്ഥലമുണ്ട്, അവിടെ എല്ലാം കപ്പ നട്ടേക്കുമായിരുന്നു. ഇതുവരെ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ആർക്കും കപ്പ വേണ്ട, നമ്മളിത് പറിച്ച് അരിഞ്ഞുണങ്ങാവല്ലോ എന്നും പറഞ്ഞു. അപ്പം നമ്മൾ 2-3 മൂടേ പറിച്ചുള്ളൂ, പക്ഷെ ഒരെണ്ണം പൊട്ടിപ്പോയി. ഭയങ്കര ചൂടാണ്. എൻ്റെ കൃഷ്ണ, ഈ നാട്ടിൽ ഇത്രയും ചൂടുണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയുവാണേ. വടക്കേ ഇന്ത്യയിലൊന്നും ഒരു ചൂടേ അല്ല, നമ്മുടെ കേരളത്തിലെ ചൂടിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കപ്പ പറിക്കുന്നുണ്ട്. ചൂടാ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട്, ചൂട് കൊണ്ട് മണ്ണെല്ലാം അങ്ങ് തിളച്ച് ഉണങ്ങിക്കിടക്കുക. ഇപ്പം വെള്ളം ഓസിട്ട് വെള്ളം അടിച്ചിട്ടാണ് വീഴുന്നത് ഇവിടെ അനിയനൊക്കെ. അപ്പം അനിയത്തി പറഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ 2-3 വീടേ പറിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഓസിട്ട് വെള്ളം അടിച്ചിട്ട് ഇനിയുള്ളൂ. പാറക്കുട്ടി ഇങ്ങോട്ട് നോക്കി കപ്പ പറിക്കുക. ഹലോ ഗൈസ് എന്നൊന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും അവൾക്ക് ഭയങ്കര സന്തോഷം. അവളിവിടെ ഈ മണ്ണിനകത്തെല്ലാം ഇട്ടുകൊണ്ട് കളിയൊക്കെ. അവൾ എന്നും വെളിനാട്ടിൽ മുറിക്കകത്ത് തന്നെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇപ്പം അനിയത്തി കണ്ട് വിളക്കൊക്കെ മുക്കുകയൊക്കെ. അപ്പം നമ്മൾ 1 മൂട് കപ്പ അധികം കപ്പയൊന്നും ഇല്ല, ഇച്ചിരി കപ്പയേ ഉള്ളൂ. നമ്മൾ വളമൊന്നും അധികം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം വളമൊക്കെ ചെയ്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു കപ്പയില്ലായിരുന്നു. അത് കാരണം ഈ പ്രാവശ്യം വളമൊന്നും ഇടാതെ നോക്കിയുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, കുറച്ച് കപ്പ ഉണ്ട്. അപ്പം 1 മൂട് പറിച്ചത് 2-3 പാറക്കുട്ടി ഇവിടെ എല്ലാം ഓടി നടക്കുക. ഇവിടെ നമുക്ക് കുറേ മിറ്റമുണ്ട്, അനിയത്തിയെല്ലാം തൂത്തുവാരുക. കുഞ്ഞിനാണ് ഇവിടെ വന്ന് പനിയൊക്കെ ആയി. ഇന്നവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നുമൊക്കെ മേടിച്ചു. ആകെ അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ ഭയങ്കര ഇഷ്ടം. അവൾക്ക് വെളിയിലെല്ലാം ഇറങ്ങി കളിയായി ഏത് സമയവും. ഒരു ദിവസം 5 വട്ടമെങ്കിലും മേല് കഴിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഒന്നാമത്തെ കാര്യം ചൂട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ചൂടാന്നൊക്കെ ഓർത്തിട്ട് നമുക്ക് പറ്റുന്നില്ല. എനിക്ക് രാഖി ഡൽഹിയിലാണ്. രാഖി അവിടെ നിന്ന് വിളിച്ചു പറയും അവിടെ മഴയാമേ, ഭയങ്കര തണുപ്പുമൊക്കെ വീണ്ടും ആയി എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഇവിടെ പറ്റുന്നേ ഇല്ല, എന്തോരു തണുപ്പ്. അതിൻ്റെയൊക്കെ അധികം കപ്പയില്ല, നമ്മൾ പറിച്ചതേണ്ട ഇത്രയേ കിട്ടിയുള്ളൂ. ഇനി 1-2 മൂടും കൂടെ നമ്മൾ പറിച്ചിട്ട് പിന്നെ നമ്മളെല്ലാം നിർത്തി. അതാ മണ്ണ് മൊത്തം ഇങ്ങനെ പോച്ച കയറി കിടക്കും. ഇനി ആ പോച്ചയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം. അത് 1 കൂടെ പറിക്കുക, 1 കൂടെ അവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞ 1-2 മൂട് വയ്ക്കാൻ നമുക്ക് നാളെ ഇച്ചിരി പറ്റലുണങ്ങാം. അതിന് വേണ്ടി ഇപ്പം ഇത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനിയും മഴയായി കഴിഞ്ഞാൽ നമുക്കിത് പറ്റത്തില്ലല്ലോ പറിക്കാനും ഒന്നും. ഇപ്പം നമ്മൾ ഈ ചൂടിൻ്റെ കൂട്ട് തന്നെ ഇനിയും ഭയങ്കര മഴയാവും, മഴ അടച്ചു പിടിക്കും. അപ്പം നമ്മുടെ വീട് ഇതുകൊണ്ട് അപ്പുറത്താണ്. നമ്മുടെ വീട് കാണാനൊക്കത്തില്ല. ഇത് നമ്മുടെ കുടുംബമാണ്. ഇത് രാമേട്ടൻ്റെ അനിയനാണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ ആ മതിൽ കാണുന്നില്ല, എല്ലാം പച്ച കാണുന്നതിൻ്റെ കുറച്ച് ദൂരം പുറങ്ങോട്ട് നമ്മുടെ കുറേ സ്ഥലമുണ്ട്. ആ കുറേ സ്ഥലം കഴിഞ്ഞ് അപ്പം നമുക്ക് അധികം അങ്ങോട്ട് കാണാനൊക്കത്തില്ല. അതുകൊണ്ടില്ല മതിലില്ലേ, ആ മതിലിൻ്റെ അവിടെ ബാക്കി ഇത്ര ഇങ്ങനെ കിടക്കും. ഇത് അനിയൻ്റെ കുടുംബ വീട്. അപ്പം പിന്നെ അവിടെയുണ്ട് ചക്ക, എല്ലാം ഉണ്ട് ഇവിടുത്തെ പുരയിടത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചക്കയൊക്കെ പ്ലാവേ കിടക്കുന്നുണ്ട്. നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് ആണെങ്കിൽ ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കിടക്കുന്നത്. നമ്മുടെ വീട് ആ മതിലൊക്കെ വെളുത്ത് കാണുന്നതിൻ്റെ അവിടെ അകത്ത് കുറച്ചൊക്കെ കാണാൻ പറ്റത്തില്ല, അങ്ങോട്ട് ഇച്ചിരി നീങ്ങണം. പിന്നെ കപ്പയുടെ എല്ലാം രാമേട്ടൻ ഇവിടെ നിന്നുകൊണ്ട് പറിക്കുക. നമുക്കിനിയും ഇവിടെ ഇപ്പം നാട്ടിൽ വന്നേ പിന്നെ നമ്മൾ എത്ര വട്ടമാണ് മേല് കഴുകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നില്ല. ഇവിടുത്തെ ചൂട് അതുപോലെ. എല്ലാവരും നാട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ഒരു കൂട്ടുകാരൊക്കെ പറഞ്ഞു ഭയങ്കര ചൂടാണ് നാട്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര. പാറക്കുട്ടി കാണിക്കുന്നതൊക്കെ കണ്ടോ? പാറക്കുട്ടി കാലത്തെ പാറക്കുട്ടി ഇവിടെ കിടന്ന് എന്തല്ല ഇങ്ങോട്ട് നീങ്ങിയേ കണ്ടോ?
അവൾ ഓരോന്നും ഇവിടെ നിന്ന് മണ്ണിനകത്ത് കളിക്കുകയും ഉണ്ട്. അവൾക്ക് മണ്ണിനകത്ത് നമ്മൾ വെളിനാട്ടിൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഈ മണ്ണിനകത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വിചാരിച്ചു കപ്പയൊക്കെ ആയിട്ട് കപ്പയും കൂടെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യും.